നാട്ടു ഫുഡ് വ്ളോഗേഴ്സ് ഈ മോമോസിന്റെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അത് കണ്ടിട്ട് കൊതി വന്നിട്ട് ഞാൻ ഈ റെസിപ്പി ട്രൈ ചെയ്തത് കേട്ടോ. എന്താ പിന്നെ എന്നെ വൈകിക്കല്ല, അതിന്റെ റെസിപ്പി അങ്ങോട്ട് പറഞ്ഞുതരാം. അപ്പോൾ സബോള കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക, ക്യാപ്സിക്കം ഏത് കളറുള്ളതെന്ന് വെച്ചാൽ കുനുകുനാന്ന് അരിഞ്ഞു വെക്കുക. ഈ ഒരു മോമോസിൽ ഞാൻ പനീറാണ് ഫില്ലിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ അതെടുക്കാം. അതാകുമ്പോൾ ചിക്കൻ ക്രഷ് ചെയ്ത് വെക്കുക. ഇതിലിപ്പോൾ ഞാൻ പനീർ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫില്ലിംഗ് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. അതുപോലെ ഫില്ലിംഗ് മാത്രം തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിലേക്ക് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടുക. അത് കഴിഞ്ഞ് ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇടുക, പിന്നെ സബോള ഇടുക, കുറച്ചൊരു വഴട്ട, ഇത്തിരി സോൾട്ട് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കുക. നന്നായി ഈ സബോള വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ ആ ക്യാപ്സിക്കം നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ അതിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ പനീർ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും മസാല ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് കെച്ചപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി മോമോസിന്റെ ഔട്ടർ കവറിങ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈദ എടുക്കണം കേട്ടോ. മൈദയ്ക്ക് പകരം നിങ്ങൾ ഗോതമ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ഓയിലും കുറച്ച് സോൾട്ടും പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി കുഴക്കണ പോലെ ഇതിൽ കുഴക്കണ്ടേ, ഇത്തിരി കൂടി സോഫ്റ്റ് ആയിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ ആ ഷേപ്പ് ഭയങ്കര നൈസായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ മാവ് പരത്തുമ്പോൾ നല്ല നൈസായിട്ട് പരത്താൻ നോക്കണം കേട്ടോ. എന്നാൽ മാത്രമേ മോമോസിന്റെ കറക്റ്റ് ആ ടെക്സ്ചറിലേക്ക് വരുള്ളൂ. ഈ മോമോസ് ഉണ്ടാക്കാൻ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയണ പോലെ ഈ ഞൊറിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. വലിയ കറക്റ്റായിട്ട് വന്നിട്ടില്ല, പക്ഷെ എന്നാലും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതുപോലെ ഒരു അറ്റത്ത് നിന്ന് ഇങ്ങനെ ഞൊറിഞ്ഞാണ് നമ്മൾ അത് ഫുള്ളും സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കി കൊണ്ടുവരുന്നത്. എന്നിട്ട് നടുക്ക് നല്ലപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതൊരു ഇഡ്ഡലി പാത്രത്തിലായിരുന്നു ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ ഈ ഒരു പാത്രത്തിൽ കാണിക്കാൻ വെച്ചാൽ എല്ലാവർക്കും ഇഡ്ഡലി പാത്രം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പരന്ന പാത്രത്തിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് സ്റ്റീം ചെയ്തെടുക്കാൻ ചെയ്തത്. ഫ്രൈഡ് മോമോസ് കഴിക്കാൻ ആഗ്രഹമുള്ളവർ ഈ സെയിം സംഭവം തന്നെ ഫ്രൈ ചെയ്താലും മതി. മോമോസ് ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. ഈസിയാണ്, അടിപൊളിയാണ്.